ഹലോ മക്കളെ, എല്ലാ കുട്ടികൾക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻ ദി എക്സ്പാൻസീവ് പ്ലെയിൻ അല്ലെങ്കിൽ വിശാലമായ സമതല ഭൂവിൻ എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പാർട്ട് 3 വീഡിയോ ആണ്. അതിന്റെ പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരമഹാസമതലത്തിലെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പ്രധാനപ്പെട്ട നാച്ചുറൽ വെജിറ്റേഷൻസ് ഏതൊക്കെ എന്നതാണ്. അപ്പൊ ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുന്നു. രണ്ടാമത്തത് ഉഷ്ണമേഖല മുൾവനങ്ങൾ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നു. മൂന്നാമത്തത് ചതുപ്പ് നില വനങ്ങൾ അല്ലെങ്കിൽ സ്വാംപ് ഫോറസ്റ്റ് എന്ന് പറയുന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട സസ്യജാലങ്ങളാണ് അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻസ് ആണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ കാണപ്പെടുന്നത് എന്ന് എന്റെ മക്കൾ മനസ്സിലാക്കാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഓരോ സസ്യജാലങ്ങളെ കുറിച്ചിട്ടും നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. റെഡിയല്ലേ? ക്ലാസ്സിലേക്ക് എല്ലാവരും റെഡിയല്ലേ? യെസ്, റെഡിയാണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക. The English medium students listen here. Natural vegetations of North Indian Plain. The major natural vegetations found in the North Indian Plains includes tropical deciduous forest, tropical thorn forest, and swamp forest. ശ്രദ്ധിക്കുക മക്കളെ, അതില് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. എന്താണ് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്ന് നമുക്ക് പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്റെ മക്കൾ ആദ്യം മനസ്സിലാക്കുക, ദി ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വരണ്ട കാലമാവുമ്പോൾ, അതായത് ഒരു ഡ്രൈ സീസൺ ആവുമ്പോൾ ചില മരങ്ങളൊക്കെ ഇല പൊഴിക്കാറുണ്ട്. അതായത് ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്, മരങ്ങളൊക്കെ ഇല പൊഴിക്കാറുണ്ട്. ഇങ്ങനെ ഇല പൊഴിക്കുന്ന മരങ്ങളെയൊക്കെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ തേക്ക്. ശ്രദ്ധിക്കുക, തേക്ക് അതിലൊരു ഉദാഹരണമാണ്. തേക്ക് എന്താണ്? ട്രോപ്പിക്കൽ, ഇതിനൊരു എക്സാമ്പിൾ ആണ്. ശ്രദ്ധിക്കുക, തേക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക, തേക്ക്. അതേപോലെ സാലി, ശിശാം, മഹുവ, അംല, സാന്താൽവുഡ്, ചന്ദനമരം, ഇതൊക്കെ എന്താണ്? നമ്മുടെ ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിന് എക്സാമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ്? അതായത് ഇല പൊഴിക്കുന്ന മരങ്ങളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇല പൊഴിക്കുന്ന മരങ്ങളൊക്കെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക എന്റെ മക്കളെ, ഇങ്ങനെയുള്ള ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിനെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെ വീണ്ടും രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ദി ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ്. ഒന്നാമത്തേതാണ് ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നു. രണ്ടാമത്തേതാണ് മോയിസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്ന് പറയുന്നു. ക്ലിയർ ആയോ എന്റെ മക്കൾക്ക്? എന്താണ് ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റ്? നമ്മൾ നോക്കി, എന്താണ്? ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. ട്രീസ് ഒക്കെ പിന്നെ ലീവ്സ് പൊഴിക്കാൻ തുടങ്ങും. അതായത് പിന്നെ ഇങ്ങനെയുള്ള മരങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇലകളൊക്കെ പൊഴിക്കാൻ വേണ്ടി തുടങ്ങും. മനസ്സിലായല്ലോ? ഈ ഇത്തരം ഇലപൊഴിക്കുന്ന മരങ്ങളെ രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട്. ആർദ്ര ഇലപൊഴിയും മരങ്ങൾ എന്നും അതേപോലെ വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്നും. ഇനി പിന്നെ ഇംഗ്ലീഷിലാണെങ്കിൽ ദിസ് ഫോറസ്റ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2. ഫസ്റ്റ് വൺ ഡ്രൈ ഡിസിഡിയസ് ഫോറസ്റ്റ്, സെക്കൻഡ് വൺ മോയിസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ അവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പിന്നെ സസ്യജാലങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. തേക്ക്, സാൽ,
പിന്നെ അതേപോലെ ശിശം, മഹുവ, നെല്ലിക്ക, ചന്ദനം, ഇതൊക്കെയാണ് അവിടെ കാണപ്പെടുന്ന മരങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇനി എന്റെ ചോദ്യം ഇതാണ്, എന്ത് കാറ്റഗറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു സസ്യജാലങ്ങളെ, ഈ ഒരു പ്രകൃതിദത്ത സസ്യജാലങ്ങളെ, ഈ ഒരു നാച്ചുറൽ വെജിറ്റേഷനെ രണ്ടായിട്ട് തിരിച്ചത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മോയിസ്റ്റും അതേപോലെ ഡ്രൈ ഡിസീഡിയസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകളെന്നും ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തിന്റെ ക്രൈറ്റീരിയയിലാണ് ഇങ്ങനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ മക്കളെ. അതിൽ വരണ്ട ഇലപൊഴിയും മരങ്ങൾ എന്ന് പറഞ്ഞാല്, വരണ്ട ഇലപൊഴിയും മരങ്ങൾ എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കുക, വാർഷിക മഴ 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നത്. എന്താണ് പറഞ്ഞത്? വാർഷിക മഴ 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇത്തരം വനങ്ങൾ കാണപ്പെടുന്നത് എന്ന് നിങ്ങൾ പഠിക്കുക. ഈ സ്ഥലങ്ങളിലെ മരങ്ങൾ, ഈ സ്ഥലങ്ങളിലെ വനങ്ങൾ 6 ആഴ്ച മുതൽ, ഏകദേശം 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ ഇലകൾ പൊഴിക്കുന്നു എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രധാനമായിട്ടും ഇത്തരം വനങ്ങൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ, ഇന്ത്യയിലല്ല, ഉത്തരമഹാസമുദ്രത്തിലെ ഏത് സംസ്ഥാനത്താണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ? എന്താണ് വരണ്ട ഇലപൊഴിയും കാടുകൾ? ഇത് എവിടെയാ കാണപ്പെടുന്നത്? വരണ്ട ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത് വാർഷിക മഴ 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് പറഞ്ഞു. ഇന്ത്യയിൽ നമ്മുടെ ഉത്തരമഹാസമുദ്രത്തിൽ ഏത് പ്രദേശത്താണ് ഇത് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാല് ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദെൻ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ശ്രദ്ധിക്കുക. ദി ഡ്രൈ ഡിസീഡിയസ് ഫോറസ്റ്റ്. The dry deciduous forests are found in region receiving 70 centimeter to 100 centimeter annual rainfall. In this type of vegetation found in this region, എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ found in region receiving 70 centimeter to 100 centimeter annual rainfall. Okay, clear ആയോ? ക്ലിയർ ആയോ? അത് മാത്രമല്ല, in this forest trees shed their leaves for about 6 to 8 weeks during dry season. ഡ്രൈ സീസണിൽ ഏകദേശം 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിങ്ങനെ ട്രീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഷെഡ് ദെയർ ലീവ്സ്, മരങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ക്ലിയർ ആയോ? ദീസ് റീജിയൻ ഫൗണ്ട്, ശ്രദ്ധിക്കുക, ദീസ് ഫോറസ്റ്റ് ആർ മെയിൻലി ഫൗണ്ട് ഇൻ UP ആൻഡ് ബീഹാർ, ഉത്തർപ്രദേശ് ആൻഡ് ബീഹാർ എന്നും കൂടി നിങ്ങൾ ക്ലിയർ ആയി മനസ്സിലാക്കുക. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത്? The dry deciduous forest mainly found in receiving 70 centimeter to 100 centimeter annual rainfall. പിന്നെ എന്താ അടുത്ത പോയിന്റ് പഠിച്ചത്? In this forest trees shed their leaves for about 6 to 8 weeks during the dry season. In this forest mainly found in UP and Bihar. Got it? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞാൽ? ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്റെ മക്കളെ, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ എന്ന് വെച്ചാല് വാർഷിക മഴ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വാർഷിക മഴ, ശ്രദ്ധിക്കുക, വാർഷിക മഴ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ആർദ്ര ഇലപൊഴിയും മരങ്ങൾ കാണപ്പെടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞെന്താ? 70 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നു. എന്നാൽ 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡിസീഡിയസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളിലാണ്? ഉത്തരമഹാസമുദ്രത്തിലെ ഏതൊക്കെ പ്രദേശങ്ങളാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത് ചോദിച്ചാൽ ശിവാലിക് മലനിരകൾ, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലാണ് ഇവ പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. എവിടെയൊക്കെയാണ്? ശിവാലിക് മലനിരകളിൽ കാണപ്പെടുന്നുണ്ട്, ഒഡീഷയിൽ കാണപ്പെടുന്നുണ്ട്, പശ്ചിമ ബംഗാളിൽ ഇത്തരം മരങ്ങൾ കാണപ്പെടുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? നമുക്ക് ഇംഗ്ലീഷിൽ നോക്കാം. എന്താണ് മോയിസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ? ശ്രദ്ധിക്കുക, ദി മോയിസ്റ്റ് ഡിസിഡിയസ് ഫോറസ്റ്റ് ആർ ഫൗണ്ട് ഇൻ റീജിയൻ റിസീവിംഗ് 100 centimeter to 200 centimeter ഓഫ് annual rainfall. In this forest mainly found in regions receiving 100 centimeter to 200 centimeter annual rainfall. ഓക്കെ, ഏതൊക്കെ റീജിയനിലാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശിവാലിക് റേഞ്ച്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ഈ പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മരങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഉഷ്ണമേഖല ഇലപൊഴിയും മരങ്ങളെ കുറിച്ച് പഠിച്ചു, അല്ലെങ്കിൽ ഉഷ്ണമേഖല ഇലപൊഴിയും മരങ്ങളെ കുറിച്ച് പഠിച്ചു, ട്രോപ്പിക്കൽ ഡിസിഡിയസ് ഫോറസ്റ്റിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ കാറ്റഗറിയായ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല മുൾക്കാടുകളെ കുറിച്ചിട്ടാണ്. മുൾക്കാടുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഉഷ്ണമേഖല മുൾക്കാടുകളുടെ പ്രത്യേകതകൾ എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എവിടെയാണ് ഇത് കാണപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു മുൾച്ചെടികൾ ഉണ്ടായതെന്നും കൂടി ഇങ്ങനെ മനസ്സിലാക്കണം. ശ്രദ്ധിക്കുക, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ കുറഞ്ഞ മഴയും വ്യാപകമായ കന്നുകാലി വളർത്തലും കാരണം സ്വാഭാവിക സസ്യജാലങ്ങൾ വിരളമാണ്. സ്വാഭാവിക സസ്യജാലങ്ങൾ എന്താണ് അവിടെ? വിരളമാണ്. സ്വാഭാവിക സസ്യജാലങ്ങൾ എന്താണ്? അവിടെ വിരളമാണ്. സ്വാഭാവിക സസ്യജാലങ്ങൾ എന്താണ്? അവിടെ വിരളമാണ്, കുറവാണ്. അതായത് അവിടെ പറയുന്നത് എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം എന്താണ്? ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തിന്റെ പ്രത്യേകത മരുഭൂമിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്താ അവിടുത്തെ പ്രത്യേകത? കുറഞ്ഞ മഴ. അപ്പൊ ഈ കുറഞ്ഞ മഴ കാരണവും അതേപോലെ അമിതമായ കന്നുകാലി മേക്കലും കാരണം ഈ ഒരു ഉത്തരമഹാസമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സസ്യജാലങ്ങൾ പൊതുവെ അതായത് പിന്നെ വലിയ വലിയ സസ്യജാലങ്ങൾ കുറവാണ്. പിന്നെ അവിടെ ഏതാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ കുറ്റിച്ചെടികളും മുൾക്കാടുകളുമാണ് അവിടെ കാണപ്പെടുന്നത്. ഈ കുറ്റിച്ചെടികളും മുൾക്കാടുകളെയുമാണ് പൊതുവെ നമ്മൾ എന്ത് പേര് പറയുന്നത്? ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. നോക്കുക, തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ശ്രദ്ധിക്കുക, തെക്ക് പടിഞ്ഞാറൻ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നത്. ഉഷ്ണമേഖല മുൾവനങ്ങൾ വ്യാപകമായിട്ട് കാണപ്പെടുന്നത് ഇവിടെയാണ് മനസ്സിലാക്കുക. ഈ വനങ്ങളിൽ വിവിധ തരം പുല്ലുകളും കുറ്റിച്ചെടികളൊക്കെ വളരുന്നുണ്ട്. പ്രധാനപ്പെട്ട സസ്യജാലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ബബൂൽ, ബെർ, വൈൽഡ് ഡേറ്റ് പാം, കാട്ടി ഈന്തപ്പന അതാണ് ഉദ്ദേശിക്കുന്നത്. കെയർ, നീം, വേപ്പ്, അതേപോലെ പിന്നെ പലാസ്, ഇതൊക്കെ ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മരങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ദി നാച്ചുറൽ വെജിറ്റേഷൻ ഇൻ ദി വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് സ്പേഴ്സ് വളരെ കുറവാണ് ഡ്യൂ ടു ലോ റെയിൻഫാൾ ആൻഡ് എക്സ്റ്റെൻസീവ് കാറ്റിൽ റിയറിംഗ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിന്റെ വെസ്റ്റേൺ സൈഡില് എന്താണ് വലിയ വലിയ സസ്യജാലം കുറവാണ്. വാട്ട് ആർ ദി മെയിൻ റീസൺ? അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ എന്താണ്? ലോ റെയിൻഫാൾ, അതായത് ലോ റെയിൻഫാളും എക്സസീവ് കാറ്റിൽ റിയറിംഗ്, അമിതമായിട്ടുള്ള കന്നുകാലി മേക്കൽ കാരണം ഇവിടെ സസ്യജാലങ്ങൾ കുറവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. എവിടേക്കാണ് ഇത് കാണപ്പെടുന്നതെന്ന് ചോദിച്ചാൽ സൗത്ത് വെസ്റ്റേൺ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കാണാൻ പറ്റും. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ചെടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ മക്കളെ. ഏതൊക്കെയാണ്? ഗ്രാസസ് ആൻഡ് ശ്രബ്സ്. ഗ്രാസസും ശ്രബ്സുമാണ് ഇവിടെ കാണപ്പെടുന്നത് എന്ന് എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതാണ് ചതുപ്പുനില വനങ്ങൾ അല്ലെങ്കിൽ സ്വാമ്പ് ഫോറസ്റ്റ്. എന്താണ് ചതുപ്പുനില വനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്റെ മക്കൾ ശ്രദ്ധിക്കുക, എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുനിലങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ചതുപ്പുനിലങ്ങൾ, ബ്രഹ്മപുത്രയുടെ വെള്ളപ്പൊക്ക സമതലങ്ങൾ, സുന്ദർബൻസ് ഡെൽറ്റ പ്രദേശം എന്നിവിടങ്ങളിലാണ് ചതുപ്പുനില വനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്.
അപ്പൊ ചതുപ്പുനില വനങ്ങൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ രാജസ്ഥാനിലെ വിശാലമായ ഉപ്പ് നിലങ്ങളിലെ ശുദ്ധജല തടാകങ്ങളിലും ഗംഗാ സമതലത്തിലെ ചതുപ്പ് നിലങ്ങളിൽ ബ്രഹ്മപുത്ര സമതലത്തിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ഈ ചതുപ്പുനില വനങ്ങൾ കാണപ്പെടാൻ വേണ്ടി പറ്റും. മനസ്സിലായല്ലോ? പശ്ചിമ ബംഗാളിലെ ഗംഗാ സമതലത്തിലെ വിശാലമായ ചതുപ്പുനില ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻസ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടുകൾ നിറഞ്ഞ പ്രദേശമാണ് സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കും. ഇവിടെ പ്രധാനമായിട്ടും വളരുന്ന സ്വാഭാവിക സസ്യവർഗമാണ് ഇത് കണ്ടൽ കാടുകൾ. അത് മാത്രമല്ല റോയൽ ബംഗാൾ കടുവയുടെ ഒരു സ്വാഭാവിക ആവാസ കേന്ദ്രവും കൂടിയാണ് ഇവിടെ റോയൽ ബംഗാൾ കടുവ ഇഷ്ടം പോലെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഇവിടെ കാണപ്പെടുന്ന ഒരു മാംഗ്രൂവ്സ് കണ്ടൽ കാടുകൾ ധാരാളമായിട്ട് ഇവിടെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു. സുന്ദരി എന്ന് പറയുന്ന ഒരു ഇനം, സുന്ദരി ഇനത്തിൽപ്പെട്ട കണ്ടൽ കാടുകളാണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നതെന്ന് എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സ്വാമ്പ് ഫോറസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. Swamp forests are found in saline plains of Rajasthan, freshwater lakes, freshwater marshes of the Ganga plain, floodplains of Brahmaputra and Sundarban Delta region. The Sundarbans is the vast marshy delta region of the Ganga plain in West Bengal. വെസ്റ്റ് ബംഗാളിലെ ഏറ്റവും വലിയ ഒരു മാർഷി ലാൻഡ് ആണ് നമ്മുടെ സുന്ദർബൻ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മാംഗ്രൂവ്സ് ആണ്. മാംഗ്രൂവ്സിൽ തന്നെ സുന്ദരി എന്ന് പറയുന്ന സുന്ദരി എ സ്പീഷീസ് ഓഫ് മാംഗ്രൂവ്സ് ഈസ് എ യൂണിക് ഫീച്ചേഴ്സ് ഓഫ് ദി സുന്ദർബൻ ഡെൽറ്റ. സുന്ദരി എന്ന് പറയുന്ന ഒരു ഇനം മാംഗ്രൂവ്സ് ആണ് ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അത് മാത്രമല്ല എന്താണ് പിന്നെ നാച്ചുറൽ ഹാബിറ്റാറ്റ് ഓഫ് ദി റോയൽ ബംഗാൾ ടൈഗർ. ഇവിടെ റോയൽ ബംഗാൾ ടൈഗറിന്റെ നമ്മുടെ റോയൽ ബംഗാൾ ടൈഗറിന്റെ ആവാസ കേന്ദ്രവും കൂടിയാണ് ഈ ഒരു പ്രദേശം എന്നും കൂടി എൻ്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? റെഡിയായി എന്ന് വിചാരിക്കുന്നു. റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ റെഡിയായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ തൽക്കാലം ഈ 3 ഫോറസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. തൽക്കാലം ഇത് ഇത്ര മതി. ബാക്കി ക്ലാസ് നമുക്ക് അടുത്തതിൽ എടുക്കാം. ഓക്കെ, ബൈ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.